ചിക്കനില് 10 മുളകും പൊടി അത് വാരിട്ടില്ലേ അതേമാതിരി ഇത് കയ്യച്ചാട്ട് ഞാൻ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സപ്പോർട്ട് തലക്ക് കൂട്ടാണ് തൊട്ടാ മതി അതാ പോണ കണ്ണിലേക്ക് പൊടി കാരണം ഹെൽമെറ്റാണോ അതിനൊക്കെ അളഞ്ഞു നോക്കിയില്ല ചാടിപ്പോലെ ഇവിടെ കേറിക്ക് 3 മുസ്ലിം 3 അവിടുന്ന് വീണോ കൂട്ടാ അന്നാടെ വിണ്ടിക്കണ ചുമര് നിങ്ങള് വീണല്ലേ ചുമര് വെട്ടുന്നേ തന്നെ ആ തട്ടത്തപ്പുറത്ത് ആ വലിപ്പേറുള്ള തന്നെയാണ് കളർ മാറാത്ത രണ്ടാത്ത കളർ മാറാത്ത അതൊക്കെ പച്ചത്തേങ്ങാണ് അതിന് മൂട്ട് കുത്തിപ്പുറത്തേലാ 2 ഉണങ്ങി എടുക്കണേ ഏതെങ്കിലും അങ്ങോട്ട് ആളിയാൻ എടുക്കാനാണ് ഇതിങ്ങനെതാ നല്ല പവറാട്ടോ ഇപ്പുറത്തതാന്ന് ഉണങ്ങിയത് ഏതെങ്കിലും അതെ നിങ്ങൾ വിചാരിച്ച പറഞ്ഞവര് നടക്കൂല അത് മോന്റെ ഇഷ്ടം കട്ട് ചെയ്യട്ടെ അവിടെ അവിടെ പറഞ്ഞാലും നടക്കണ കാര്യമില്ല നല്ല റീച്ച് ഉണ്ട് ആ കമ്പ് തെങ്ങല്ലല്ലിടാൻ പറഞ്ഞിട്ടാ തേങ്ങണേ തെങ്ങ് മൊത്തത്തിൽ തള്ളിട്ടാ കളനല്ല അയാലും ആണ് ഇവിടെ നല്ല മാറുണ്ട് തോന്നുമ്പോ കിട്ടോ ആ കരിക്കാൻ നിങ്ങൾക്ക് ഉറപ്പാ അങ്ങനെ മാറി മാറി അത് നല്ല ഇങ്ങോട്ട് വീഴും അങ്ങനെ മനസ്സിലായി കരിക്കാൻ നിൽക്കണ്ടറിയാ നമ്മൾ പൊളിക്കും ഇല്ല 5-6 മരമക്കളില്ലല്ലോ ഒരാളല്ലോ 2 ആളല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് 2 ആക്കളാണ് ആ വീണ് ചേച്ചിയെ ചേച്ചിയെ അവിടെ ആളുണ്ടോ വടി പാവന്റെ ഇത് പച്ചത്തേങ്ങാണ് മക്കളെ അതല്ല ഞാൻ ചോദിച്ചേ കുത്തട്ടെ ആ കുത്തട്ടെ 1 2 3 സാമന്റെ തലയിൽ കൂടെ കൊഞ്ഞാണ് നോ നോ ആ ക്യാമറ മറ്റോ കുത്തണ ആളെടുക്കണേ എന്താ പറയണേ വെയിറ്റ് ഉണ്ട് വടി ജമ്മേ വേണ്ട എനിക്ക് പേടിയുണ്ട് അത് ഞാൻ നിക്കൂല അത് വീഴാനിരിക്കുന്ന സംഭവം ആ കുടുങ്ങി മാത്രം ഇട്ടാ മതി ഇല്ലല്ല അത് കിട്ടും പോയി നീങ്ങണ്ട് കിട്ടുവോ കിട്ടും എന്നാ മതിന്ന് അവിടെ ഒരു തേങ്ങ ഇടുക ഒന്നുകൂടെ കുഴഞ്ഞടാ ഇത് കയറോ
പിന്നെ ഇറക്കുക കയ്യരാ ടോട്ടൽ 4 തേങ്ങ ഇട്ടുള്ളൂ ഒരു ദിവസത്തെ പണിക്കാരെ പോലെ ഇരിക്കുന്നത്. ആ പൊറുക്കിയ കൂട്ടിയിട്ട് എടുക്കാം. കൂട്ടിയായിട്ട് ഒരു ഫോട്ടോ എടുത്താ അതങ്ങനല്ലേ ഞാടാ ഇതിങ്ങനല്ല കുടിക്കാം. ബാഹുബലി വലിയ തേങ്ങ അടുത്ത കൊണ്ടുവരേ പവറായിട്ടോ. കൊണ്ടുവരേ അറിയോ ഫുള്ളാണ് ഫുൾ പവർ. നശിച്ചെടുക്കടാ. സിമ്പിളാണ് ഗൈസ്. നമുക്ക് ജ്യൂസ് അടിക്കട്ടാ. ആരും കണ്ടിട്ടില്ല. ഇത് തേങ്ങ പൊട്ടിക്കുന്നവര് പൊട്ടിച്ചാൽ മതി. വെള്ളം പുറത്ത് കരിക്കാവുമ്പോ ഇത് എങ്ങനെയാലും നമ്മള് നടു കയറി ഒരു മിനിറ്റ്. നല്ല വെള്ളം കിട്ടാ. മാഷാല്ലാ മാഷാല്ലാ. ഇനി ഒരു വെട്ടുണ്ട് അത് മേലെ കിട്ടിട്ട് നല്ല ശീലമുണ്ടല്ലോ കേക്ക് മതിലടിച്ച്. ഈ ഇളനീന്റെ വെള്ളം ഒരു കള്ളിന്റെ ടേസ്റ്റ് അല്ലേ? എനിക്ക് കണ്ടുപിടിച്ചോ ഞാന് കഞ്ചാരം വേണം കേട്ടിട്ട് പക്ഷെ അവിടുന്ന് ഒരു വണ്ടി വിളിക്കേണ്ടി വരും. അത്രയും ഉണ്ട് ഇത്. എത്ര പുളി വേണം? പൊളിച്ചോ പൊളിച്ചോളൂ. ഇതാ പുളിക്കണേ. ആ ഉണ്ടോ മനസ്സിനെ ഇത് പൊട്ടിട്ടോ. ശ്യാമ ഇളഞ്ഞും പൊളിച്ച് എണീഞ്ഞ് വെള്ളം മൊത്തം പോയി. ഞാൻ ആരിഫാണ് ആരിഫാണ്. ആദ്യം പൊട്ടിയണ്ടാ. ഞാൻ അത് പൊട്ടിയിട്ട് പോലും ഇല്ല. നോക്ക് ആദ്യം പൊട്ടിയിട്ടാ. ഞാൻ പൊളിച്ചേ. കൈറ്റ് വെള്ളം കാറ്റ് അത് ആദ്യം പൊട്ടിയില്ല. വീണപ്പോ പൊട്ടിണ്ടാവുന്നല്ലേ. ഒരു ഇതിനോണ്ടേ എന്താ പറയാ അവസാനത്ത് കൊടുവാണോണ്ട് ഒരു വെട്ട് കൊടുത്താളേ. എന്നാ പിന്നെ ഒന്നായിട്ട് തിന്നോളൂ. ഇനിയും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇഷ്ടം പോലെ. ഈ പാത്രം നിറച്ച് വെള്ളം കിട്ടിക്കരുത്. അത് ഞാൻ പറച്ചിൽ പോയതാകുമ്പോ അല്ലേ. ഒരു പച്ചത്തേങ്ങ ഒന്ന് മാത്രമേ നല്ല ഇളകി സുഖല്ലേ എടുക്കാൻ. പൊടിക്കട്ടോ സ്പൂണാട്ടോ. ആക്ഷൻ ക്യാമറ വെള്ളം കൈക്ക് വെച്ചു. മോനെ എഫേർട്ട് അവിടെ അത് മതി. പീസ് ഉണ്ടല്ലേ ആൾക്കാർ നെട്ടു. ഐസില്ല ഇവിടെ ഐസ് വെക്കില്ല. അപ്പുറത്തെ ഒരാളുടെ ഇങ്ങനെ ഇരുന്നിട്ട് സ്വന്തം കഴിക്കാനുള്ള കഴിച്ചോണ്ടിരിക്കും. അല്ലല്ല ഞാൻ അതാട്ടോ കൊടുത്താ ശരിയാ. അതാട്ടെ കണ്ടിട്ട് സിമ്പിളാണ്. എന്താ മൂടിയിട്ടു. ഇനി നമുക്കിതൊരു കറക്കി വരാം. പഞ്ചസാര അടിയിലെ കുറെ വെള്ളം. ഇത് മൊത്തം നിൽക്കാം. ഒന്ന് ബ്രൈറ്റ്നസ് ഇട്ട് ടച്ച് ചെയ്തിട്ട് എന്താണ് ഭയങ്കര അടിപൊളി. ഒറ്റ കളി കാവരിക്ക് അത് മൊത്തം കുടിച്ചു എന്ന് കാണിച്ച ഒറ്റലിക്കാം. ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ഒരു കാര്യം അറിയിച്ചത്. കാരണം ഇതിലൊരു ചിരട്ടയിൽ ഒരു 2 അകള് ജ്യൂസ് കൊള്ളുന്നില്ലേ.